Hello everyone, we are here to present Tariq Babalkhan's Cosmetics. എന്താണ് Tariq Babalkhan's? Tariq Babalkhan's നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെലൂണിക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അഥവാ സെലൂൺ A to Z സാധനങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ 5 ദിറംസിന്റെ സാധനം മുതൽ 10,000-15,000 ദിറംസിന്റെ സാധനം വരെ നമ്മൾ ഇപ്പൊ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ UAE അവൈലബിൾ ആണോ ഇല്ലെങ്കിൽ നമ്മുടെ ദുബായ് ഷാർജ മാത്രമാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഓൾ ഓവർ UAE നമ്മൾ എല്ലായിടത്തും നമ്മൾ എങ്ങനെയാണോ റിക്വയർമെന്റ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അത് ഇനി കസ്റ്റമൈസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇപ്പോ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഏകദേശം എല്ലാ സെലൂണിലും നമ്മളിപ്പോ ചെയർ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഇന്റീരിയർ ഡിസൈൻ മൊത്തം ചെയ്തു കൊടുക്കും. പ്ലേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സലൂണിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും നിങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു നമുക്ക് ജസ്റ്റ് ഒരു സലൂണ് മാത്രം ഒരു ഷോപ്പ് മാത്രം കാണിച്ചു തന്നിട്ട് അതിനുള്ളിലേക്കുള്ള എല്ലാ പ്രൊഡക്റ്റും എല്ലാ സാധനങ്ങളും മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനാഗുറേഷൻ വരെയുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു കൊടുക്കും. ഇതിന്റെ ഇന്റീരിയർ അതായത് അതിലേക്കുള്ള കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ്, പ്രോഡക്ട്സ്, മെഷീനറീസ് എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് റിക്വയർമെന്റ് ഉള്ള ചില ആൾക്കാർക്ക് ഗ്രീൻ കളർ വേണ്ടി വരും, ബ്ലൂ കളർ വേണ്ടി വരും, ഒന്നുകൂടി ലൈറ്റ് ആയിട്ട് യെല്ലോ കളർ ഉള്ളതുണ്ടാവും. അവർ എങ്ങനെയാണോ അവർ റിക്വയർമെന്റ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ആഗ്രഹം പോലെ നമ്മൾ അത് ചെയ്തു കൊടുക്കും. നമ്മുടെ UAE ഒരുപാട് സലൂൺസ് ഉണ്ട്. ആ സലൂൺസിലൊക്കെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഈ അക്കൗണ്ട്സ് ഒന്നും കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിന്റെ കാരണം എന്താണ്? അവർക്ക് മുതലാളിമാർക്ക് മറ്റേ ഡെയിലി അവിടെ വന്നിരിക്കാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും ഇത് മറ്റേ CCTV ആണെങ്കിൽ പോലും എപ്പോഴും നോക്കിയിരുന്ന് അതെന്താണ് കസ്റ്റമർ ആരാണ് എവിടെ വന്ന് പോകുന്നത് കറക്റ്റ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. മേ ബി ഒരു സലൂൺസിൽ നമ്മൾ ഒരു അക്കൗണ്ടന്റിനെ കാണാറില്ല അല്ലെ? കാണാറില്ല മീൻസ് അത് നോക്കാൻ ഒരാളുണ്ടാവും, പക്ഷെ അവർക്ക് ആയപ്പോലും അത് കറക്റ്റ് എഴുതി ഇതാക്കി ലെവലാക്കി വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് മുതലാളിമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. കാരണം ജസ്റ്റ് അവര് വന്നോ ഇല്ലേ ജസ്റ്റ് ഒരു പേപ്പറിൽ മാത്രം എഴുതിയിട്ട് വിടുന്ന പരിപാടിയാണ്. അത് നമ്മളിപ്പോ ഏകദേശം ഒക്കെ എല്ലായിടത്തും നമ്മൾ സോഫ്റ്റ്വെയർ ആക്കിയിട്ടുണ്ട്. അക്കൗണ്ട്സ് എല്ലാം സോഫ്റ്റ്വെയർ ആക്കി കൊടുക്കാറുണ്ട്. Tariq Babalkhan's ഏത് രീതിയിലാണ് ഈ സലൂൺ ഓണേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ആക്കി അവർക്ക് ഒരാള് അഥവാ ഒരു സ്റ്റാഫ് ഇല്ലാത്ത രീതിക്ക് തന്നെ അവിടെ നമുക്ക് എത്ര ആൾ വന്നു, എങ്ങനെ വന്ന്, എപ്പോഴൊക്കെ ആളുകൾ വന്ന് പോയി എന്നുള്ളത് നമ്മൾ റെഗുലർ കസ്റ്റമർ ആണോ എന്ന് വരെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അക്കൗണ്ട്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലിപ്പുണ്ട്. അതേ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന വല്ല മെഷീനറീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാണോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻ പേഴ്സൺ ആയിട്ട് ചെയ്യാണോ? എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്ത് കൊടുക്കുന്നത്? ഇല്ല, അത് നമ്മളിപ്പോ സോഫ്റ്റ്വെയർ അത് ഒരു സിസ്റ്റമായി ഒരു അഥവാ ഒരു ചെറിയ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പോലെ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് കറക്റ്റ് റിപ്പോർട്ട് കിട്ടും, മന്ത്ലി ഇത്ര ആള് വന്ന് ഇത് കറക്റ്റ് ഈ ഒരു കമ്മീഷൻ ബേസ് അതെല്ലാം അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിക്കുള്ളതാണ്. നമ്മൾ ഈ അക്കൗണ്ട്സ് ആവട്ടെ, സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യുന്നതാവട്ടെ, അവർക്കുള്ള സർവീസസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഡെലിവറി ടൈം ഒക്കെ വരുന്നത്? ഡെലിവറി ടൈം വരുന്നത് മീൻസ് 1 to 2 days. അതിനുള്ളിൽ നമ്മൾ എങ്ങനെയായാലും നമ്മള് ദുബായിലാണെങ്കിൽ എന്തായാലും നമ്മൾ 1 to 2 days നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം നമ്മള് വെഹിക്കിൾസ് ഏകദേശം എല്ലാ ഭാഗത്തും കൂടി ഓടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സലൂൺ പ്രോഡക്ട്സും, അതായത് ഒരു 1 stop സൊല്യൂഷൻ ഫോർ ഓൾ ദ സലൂൺ പ്രോഡക്ട്സ് നമ്മുടെ UAE എവിടെ വേണമെങ്കിലും ഇവർ 1 to 2 days ഡെലിവറി ചെയ്യും എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.